ദേവൂട്ടി. നല്ല വീടാണല്ലോ, കൊള്ളാം. നല്ല കാം ആൻഡ് കൂൾ ഏരിയ. എവിടെ പോകുന്നു? നീ എന്തായി കാണിക്കുന്നേ? അല്ലേ, കയ്യെ പിടിച്ചെന്ന് കരുതി ഇവിടെ ഇപ്പൊ തന്നെ കെട്ടിക്കൊണ്ട് പോകുന്നൊന്നുമില്ല. എല്ലാം ആചാരപ്രകാരം മതി. ആ അലപരി, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ദേവൂട്ടിക്കും കല്യാണം ആവാം. എന്റെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. എല്ലാരും ചേർന്ന് ആലോചിച്ച് ഏറ്റവും അടുത്തൊരു മുഹൂർത്തം നിശ്ചയിക്കാം. അന്ന് ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താണ് കാണിച്ചേ? പ്രായമായ ഒരു മനുഷ്യനെ തനിക്ക് അറിഞ്ഞൂടെ? പ്രായമായ മനുഷ്യര് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം, മനസ്സിലായ? താൻ ആരാണോ മര്യാദക്ക് താമസിക്കുന്നവരുടെ വീട്ടിൽ വന്നും തോന്നിവാസം കാണിക്കുന്നോ? അത് ചോദിക്കുന്ന നമ്മളാരാണാവോ? ഞാൻ അവിനാശ്. അവിനാശ്? ആ അവിനാശ്. അയ്യോ അവിനാശേ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ. എന്റെ നേരെ നാവ് ഉയർത്തിയാലുണ്ടല്ലോ തീർത്തു കളയുന്നില്ല ഞാൻ. എന്റെ പേര് ഇപ്പൊ തന്നെ 32 കേസുണ്ട്. ഇനി നിന്റെ കൂടെ ചേർത്ത് 33 ആക്കരുത്. എന്റെ നേരെ കൈ ഉയർത്തി ഒരുത്തനെ ഞാൻ വെറുതെ വിട്ട ചരിത്രവും ഇല്ല. പോടോ. അപ്പോ എല്ലാരോടുമായിട്ട് പറയാ, ഇതിൽ കയറി ആരും ഇടപെടരുത്. ഈ നിൽക്കുന്ന ദേവിക എന്റെ പെണ്ണ, കേട്ടല്ലോ? ഇവളുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടാൻ വന്നാൽ ഇപ്പൊ കണ്ടല്ലോ, ഇതിനേക്കാൾ കടുപ്പമായിരിക്കും ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരിക. ഒരുത്തനും സമാധാനത്തോടെ അവനവന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. പറഞ്ഞു കേട്ടല്ലോ? എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലായില്ലേ? ഇനി എന്ത് കാണാൻ നിൽക്കുക? പോയിനല്ല വീടുകളിൽ. പോ. അമ്മേ വാ പോവാം. വിളിച്ചോണ്ട് പോടാ.
ദേവൂട്ടി അപ്പൊ പറഞ്ഞതുപോലെ അമ്മയെ ഞാൻ ഇങ്ങോട്ട് അയക്കും. മോള് കല്യാണത്തിന് റെഡിയായിട്ടിരിക്കണം കേട്ടോ. ഐ ലവ് യു ചെല്ലം. ഐ ലവ് യു. എന്താ എന്താ ഇവിടെ ഉണ്ടായേ? എന്തിനാ ദേവിയെ നീ കരയുന്നേ? എന്താ പ്രശ്നം? ഞാൻ അടുക്കളയിൽ നിന്നപ്പോ ഇവിടെ പുറത്ത് ബഹളമൊക്കെ കേട്ടല്ലോ. എന്താ മുത്തച്ഛ, എന്താ പ്രശ്നം? എന്തിനാ ദേവിക കരയുന്നേ? അമ്മേ, എന്താ ഇവിടെ ഉണ്ടായേ? ഇവളെന്തിനാ കരയുന്നേ? ആ ഭദ്രൻ, ആ പരമദുഷ്ടൻ അവനോടെ വന്നിരുന്നു. എന്നിട്ട് അവൻ ഇവിടെ വല്ലതും ചെയ്തോ? അങ്ങനെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഉപദ്രവിച്ചില്ലേ? നിന്റെ കണ്ണത് അമാനത്തായിരുന്നു. അവനവളുടെ കൈ കീറി പിടിച്ചു. ഓരോന്നും പറഞ്ഞ് ഇവളെ വിഷമിപ്പിച്ചു. ചോദിക്കാൻ ചെന്ന് എന്നെ അവൻ പിടിച്ച് തള്ളി. അയ്യോ ദൈവമേ. അയ്യോ ദൈവമേ, ഇത്രയൊക്കെ ഇവിടെ നടന്നു. എന്നിട്ട് അവൻ പോയോ? ആ നാശം പിടിച്ചവൻ പോയി. മോളെ ദേവികെ, കരയാതെ പോട്ടെ. മോളെ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ തിരിച്ചു വരുമെന്ന് കരുതിയതേയില്ല. അവനെ വീട് കണ്ടുപിടിച്ചെത്തിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? അല്ല, ഇപ്പൊ ഇങ്ങനെ കരയാന് മാത്രം എന്താ സംഭവിച്ചേ? കാര്യം അവൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും പറഞ്ഞിട്ട് പോയത് നല്ല കാര്യം തന്നെയാ. എന്ത് നല്ല കാര്യം? അല്ല, ദേവികയ്ക്ക് ഇത്രയും പ്രായമായില്ലേ? എന്തായാലും ഒരു കല്യാണം വേണം. അവനാണെങ്കിൽ കൈ നിറയെ കാശും ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളും ഉള്ള ചെക്കനാ. ഇവളെ ആണെങ്കിൽ അവന് ജീവനുമാ. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞാ പിന്നെ അവന്റെ ഈ മുരട്ട് സ്വഭാവമൊക്കെ മാറിക്കോളും. അവൻ ഇവളെ പൊന്നുപോലെ നോക്കിക്കോളും. അതൊരു കാലത്ത് നടക്കില്ല. അതിനു മുമ്പ് ഞാൻ മരിക്കും. മോളെ ദേവിയെ, എന്തോ അമ്മേ? നീ എന്ത് വർത്തമാനമായി പറയുന്നത്? ഞാൻ എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയാ പറഞ്ഞേ.
പറയുന്നയോ? ദേ ചായ ഇപ്പൊ തരാവേ. ആരോട് ചോദിച്ചിട്ടാ നീ അടുക്കളയിൽ കയറി പെരുമാറിയത്? നിന്നോട് ആരാ പറഞ്ഞു ഇതിനകത്ത് കയറി ചായ ഉണ്ടാക്കാൻ? ചെറിയമ്മ ഞാൻ എടി, നീ ഇവിടെ വല്ലതും വെച്ചുണ്ടാക്കിയാലേ അതെന്ത് ധൈര്യത്തിലാ ഞങ്ങൾ കഴിക്കേണ്ടത്? എന്താ എന്താ ഇവിടെ എന്താ ഒരു ഒച്ചപ്പാടും ബഹളവും? എന്താ ചെറിയമ്മേ, എന്താ ഇഷ്യൂ? എടി, നീ ഇത് കാണുന്നില്ലേ? ഇവള് കിച്ചണിൽ കയറി ചായ ഉണ്ടാക്കിയത്. അതിനെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലേ? എടി, ഇവള് ഋഷിയുടെ മരണ ദൂതുവായി ഈ വീട്ടിലേക്ക് കയറി വന്നവളാ. അങ്ങനെയുള്ള ഇവളുടെ കയ്യിൽ നിന്നും ആഹാരം വാങ്ങിച്ച് കഴിച്ചാലേ ഋഷിക്ക് മാത്രമല്ല, ചിലപ്പോ നമ്മക്കും ആയുർദോഷം ഉണ്ടാവും. അതായത് ആയുസ് ഒടുങ്ങാതെ ചാകുമെന്ന്. എനിക്ക് ജാതകദോഷം ഇല്ലെന്ന് ഇവരെങ്ങനെ ബോധ്യപ്പെടുത്തും? ചെറിയമ്മേ, വെറുതെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ഓ പിന്നെ, ഗോപികച്ചയുടെ ജാതദോഷം കാരണം ഇവിടെ ഓരോരുത്തർ മരിച്ചു വീഴാൻ പോവല്ലേ? നിങ്ങളൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നേ? നിന്നോടൊന്നും പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാവില്ല. അല്ല, ഈ ജാതകദോഷം എനിക്കാണെന്ന് വിചാരിച്ചോ? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുമായിരുന്നു? ജാതകദോഷം ഉണ്ടെന്ന് കരുതിയിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമായിരുന്നോ? അതോ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നോ? ഇതൊക്കെ വിധിയാ. ഈ ജാതകദോഷം ഗോപികച്ച മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തിയൊന്നുമല്ലല്ലോ. അത് ചെറിയമ്മ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയ ചെറിയമ്മയ്ക്ക് ഈ വക വർത്താനം ഒന്നും പറയാൻ തോന്നില്ല. ഈ ഉള്ളിലെ പേടിയൊക്കെ കളഞ്ഞ് ചെറിയമ്മ ചായ കുടിക്കാൻ നോക്ക്. ചേച്ചി, ചായ കൊടുക്ക്. കുടുംബത്തില് കാലക്കേടുണ്ടാക്കാൻ വന്നവള്. ചേച്ചി, ഇതൊന്നും കണ്ടും കേട്ടും ചേച്ചി വിഷമിക്കണ്ട. തലയ്ക്ക് മുകളിൽ വെള്ളം കേറിയ അതിന്റെ മുകളിൽ വഞ്ചി ഓടിച്ച് കളിക്കണം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും. ഇവിടെ ചേച്ചിയോടൊപ്പം ഞാനും ഋഷേട്ടനും ഉണ്ട്. ഈ നിൽക്കുന്ന ദേവിക എന്റെ പെണ്ണാണ്.
വിഷമം ഇനിയും മാറിയില്ല അല്ലേ? മുത്തശ്ശ, അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന സങ്കടം ഒരിക്കലും മാറില്ല. അതുകൊണ്ട് മോളതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് മോളുടേതായ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ നോക്ക്. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ താനേ മാറിക്കൊള്ളും. മുത്തശ്ശ, അത് വിട്ടുകളാ. അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അവന് ദൈവം കൊടുത്തോളൂ. എന്തായാലും എനിക്ക് ആപത്തൊന്നും പറ്റിയില്ലല്ലോ. അവൻ പറഞ്ഞു തന്നു, മോള് കാര്യമാക്കണ്ട. മുത്തശ്ശൻ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ ഒരിക്കലും മോളുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതിന് മുത്തശ്ശൻ അനുവദിക്കില്ല. മുത്തശ്ശ, നാളെ ഇവിടുത്തെ ദേവീക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയാണ്. മോള് നാളെ അമ്മയുടെ നടയിൽ ചെന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. മനസ്സമാധാനം കിട്ടും. ഒരു വഴി ദേവി കാണിച്ചു തരും.